അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. നിങ്ങൾ ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്കിന് നല്ല മേഘം അല്ലേ, നല്ല തെളിഞ്ഞ് കിടക്കുന്നു. എന്നാൽ നേരെ തിരിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇരുണ്ട് കൂടി കിടക്കുന്നു, നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. കൊള്ളിയല്ല, നല്ല ഇടിയുടെ സൗണ്ട് ഉണ്ട്. ഇന്ന് മിക്കവാറും മഴയായിരിക്കും. ഓൾറെഡി വെതർ ഫോർകാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുക, അസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥയാണ് കുവൈറ്റിൽ. ഇവിടെ ഈ മാർച്ചായിട്ടും ഇവിടെ എന്താ പറയുക, പകൽ വലിയ കാര്യമായിട്ടുള്ള ചൂടില്ല, വൈകിട്ടാണ് തണുപ്പുണ്ട്. ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഇവിടെ സമയം എത്രയായി, 6:18 മോർണിംഗ്. അപ്പോൾ 5 മണിയാണ് ഇപ്പോൾ ഡ്യൂട്ടി. ഇവിടെ നോമ്പായതുകൊണ്ട് 5 മണി 5 to 5 ആണ് ഡ്യൂട്ടി കേട്ടോ. അപ്പോൾ ഞാൻ 5 o'clock ഇവിടെ വന്നു. നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തണുത്ത കാറ്റാണ്. സാധാരണ ഈ സമയം ആകുമ്പോഴത്തേനും ചൂട് കൂടേണ്ടതാണ്. ഈ സമയത്തൊക്കെ ഇച്ചിരി അത്യാവശ്യം ചൂട് കാറ്റൊക്കെ വേണ്ടതാണ്. ഈ പ്രാവശ്യം അങ്ങനെ ഇല്ല. കാലാവസ്ഥ എന്താണേലും നല്ല മാറ്റമുണ്ട് കേട്ടോ. കുളിയാൻ മിന്നുന്നുണ്ടല്ലോ. അപ്പം എന്താ പറയുന്നത്, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. എന്നാ പറയുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി നമ്മളൊരു 4 വട്ടം അപ്ലൈ ചെയ്തു. റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞിട്ട് അവർ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്ന പോലും ഇല്ല. കാരണം നമ്മൾ യൂട്യൂബിൽ അധികം ഇതിലല്ലാത്തതുകൊണ്ട് നമുക്ക് അത്രയും കാര്യമായിട്ടുള്ള അറിവില്ല. റീയൂസ്ഡ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ചിലപ്പോൾ പാട്ടിൻ്റെ ആകാം, അതേപോലെ വേറെ ആരുടെയും കണ്ടൻറ് എടുത്ത് ചെയ്ത്, നമ്മൾ വേറെ ആരുടെയും കണ്ടൻറ് ഇപ്പോൾ ചെയ്യുന്നില്ല. ഉണ്ടായിരുന്ന എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എത്ര പറഞ്ഞത്, എനിക്ക് 43 മില്യൺ എങ്ങാണ്ട് വ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഷോർട്സിൽ മൊത്തം കൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന്. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറഞ്ഞായിരുന്നു, വ്യൂസിൻ്റെ ഇതൊക്കെ കുറഞ്ഞായിരുന്നു. 40 ലക്ഷം വ്യൂസ് ഉണ്ടായിരുന്ന ഷോർട്സൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. 35 ലക്ഷം വ്യൂസ് ഉണ്ടായിരുന്ന ഷോർട്സ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. റീയൂസ്ഡ് കണ്ടൻറ്റാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലൈ ചെയ്തു, അന്നപ്പോഴും അവർ റീയൂസ്ഡ് കണ്ടന്റ് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. കാരണം എന്നാണെന്ന് അറിയത്തില്ല, യൂട്യൂബിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ ഇനിയും നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആണെന്ന് അറിയത്തില്ല. എനിവേ, ഈ റീയൂസ്ഡ് കണ്ടന്റിനെ പറ്റി അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏതാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ലിങ്കും കൂടെ ഒന്ന് കമൻറ്റിൽ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവരും എന്താ പറയുന്നത്, നമ്മുടെ ചാനൽ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതനുസരിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട്, ഇനി അടുത്ത ഏപ്രിൽ 22-നാണ് അടുത്ത മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡേറ്റ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ഡിലീറ്റ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ളത് വെച്ചാൽ ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആർക്കെങ്കിലും അതിന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. നമ്മുടെ ഷോർട്സും അതേപോലെ വീഡിയോസ് നമ്മൾ റീയൂസ്ഡ് കണ്ടൻറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഉറപ്പ്. ഷോർട്സിൽ വന്നിട്ടുണ്ടാവും, കാരണം മോനും അതിൻ്റെ അകത്ത്, മൂത്ത മോനാണെങ്കിൽ അപ്പൂസ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് വീഡിയോസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതിലും കിടക്കുന്നതുകൊണ്ടാണോ ഇനി എങ്ങനെ വരുന്നതെന്ന് അറിയത്തില്ല. ഓക്കെ, എനിവേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താല്പര്യമുള്ളവർ ഒന്ന് കയറി നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു തരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പറയാൻ ഒരു നാണക്കേടുമില്ല. എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോസ് ഒന്ന് കയറി കാണുക കേട്ടോ. അപ്പം ഉപകാരപ്പെടുന്ന വീഡിയോസ് ഉണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റഡ് അല്ലാത്ത വീഡിയോസും ഉണ്ടാവും. എനിവേ, നിങ്ങളൊന്ന് കയറി എല്ലാവരും ഒന്ന് കാണുക. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്നത്. അപ്പം എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ദിവസം നമ്മുടെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. അതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഒരു അറബിക് ഡിഷ് നമുക്ക് ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം എന്താണല്ലോ അതിൻ്റെ ഒരു വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. മറക്കാതെ ഷെയർ ചെയ്യുക, വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.